ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതുമുള്ളിലാഗ്രഹം ഉറന്നേടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നിടുമേ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമൂർത്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവ്യേ നമഃ. ഈ നൈമിഷാരണ്യത്തിൽ എഴുന്നള്ളി അരുളുന്ന ഭഗവാനും സംപൂജ്യ സ്വാമിജിമാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാ ധന്യാത്മാക്കൾക്കും എൻ്റെ പരശതം നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധത്തിൽ ധ്രുവചരിതം, ധ്രുവസ്തുതി, ഇതാണ് നമുക്ക് ഇപ്പോൾ അനുസ്മരിക്കാനുള്ളത്. ശ്രീമദ് ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധത്തിൻ്റെ ലക്ഷണം വിസർഗം. വിസർഗത്തിലെ പ്രധാനപ്പെട്ട കഥാഭാഗങ്ങൾ ദക്ഷചരിതം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം, ഇതൊക്കെയാണ് 4-ാമത്തെ സ്കന്ധത്തിലുള്ളത്. 5-ാമത്തെ സ്കന്ധത്തിൽ സ്ഥാനം എന്നുള്ളതാണ് ലക്ഷണം. 5-ാമത്തെ സ്കന്ധത്തിൽ സ്ഥാനം പറയുന്ന സമയത്ത് ഗംഗ എങ്ങനെയാണ് ഭഗവാന്റെ കാൽ വിരലിൽ കൂടി, അതായത് വാമനാവതാര കാലത്ത് ഭഗവാൻ ത്രിവിക്രമനായി വളർന്ന സമയത്ത്, വാമനമൂർത്തി ത്രിവിക്രമനായി വളർന്ന സമയത്ത് കാല് ഉയർത്തിയപ്പോൾ, ഭൂമി അളന്നെടുക്കാൻ വേണ്ടിയിട്ട് കാല് ഉയർത്തിയ സമയത്ത് അവിടുത്തെ കാല് ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ മുകൾ തട്ടിൽ പോയി തട്ടി അവിടെ ഒരു ഛിദ്രമുണ്ടായി. അതിലൂടെയാണ് ഗംഗ താഴത്തേക്ക് വന്നത്. ഭഗവാന്റെ കാലിൽ കൂടെ വന്നതുകൊണ്ടാണ് വിഷ്ണുപതി എന്ന് പറയുന്നത്. ആ വിഷ്ണുപതി ആദ്യം ഈ ബ്രഹ്മാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം വന്ന് വീഴുന്നത് ധ്രുവപദത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ധ്രുവപദത്തില് ധ്രുവൻ അവിടെ നിന്നിട്ട് 2 കൈകളും കൂപ്പിക്കൊണ്ട് അമ്മയുടെ വരവിനെ, ഗംഗാമാതാവിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് അതിമനോഹരമായിട്ടൊരു ചിത്രമാണ് 5-ാമത്തെ സ്കന്ധത്തില്. ധ്രുവ മഹാരാജാവിന് ആദ്യം നമ്മൾ പറയുമ്പോൾ, കഥ തുടങ്ങുമ്പോൾ ധ്രുവ ബാലനാണ്, പിന്നെ രാജാവാണ്, പിന്നെ ഒരു മഹർഷിയുടെ സ്ഥാനത്തിലേക്ക് എത്തിയിട്ടാണ് അവിടെ മുകളിൽ നിൽക്കുന്നത്. സപ്തർഷികളുടെ മണ്ഡലത്തിനും മുകളിലാണ് ഈ ധ്രുവപദം. ആ ധ്രുവപദത്തില് സപ്തർഷികൾ ഇങ്ങനെ ഫലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യചന്ദ്രന്മാരും താരങ്ങളും ഈ ധ്രുവപദത്തിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ധ്രുവമായിട്ട് അനങ്ങാതെ ഇരിക്കണ ഈ ബ്രഹ്മാണ്ഡത്തിന്റെ ഏറ്റവും മുകളിലുള്ള ആ പദത്തില് കൽപ്പാന്തകാലം വരെ ഇരുന്നു കൊള്ളാൻ ഭഗവാന്റെ അനുമതി കിട്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, അനുഗ്രഹം കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് കൈകൂപ്പി തൊഴുകണ സമയത്ത് ധ്രുവന്റെ മനസ്സിൽ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ അമ്മയോട് വേണ്ടത്ര ഉപചാരം പുലർത്തേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഈ കൈകൂപ്പി നിൽക്കലൊക്കെ മതിയോ അമ്മയെ സ്വീകരിക്കാൻ? എന്നിട്ട് കണ്ണ് പകുതി ഇങ്ങനെ ഭക്തിഭാവത്തില്, തലയിലെ ഗംഗ വന്ന് വീണ സമയത്ത് മനസ്സിലൊരു ഭക്തിയുടെ ഗംഗാപ്രവാഹം തന്നെയാണ്. ആ സമയത്ത് ധ്രുവൻ കണ്ണുകൾ അടച്ചിട്ട്, പാതി അടച്ച കണ്ണുകളിൽ നിന്ന് ഹർഷബിന്ദുക്കൾ, കണ്ണിൽ നിന്നുള്ള സന്തോഷ അശ്രുക്കൾ കണ്ണിൽ നിന്ന് ഉറ്റി ഉറ്റി വീണതിനെ
വ്യാസമഹർഷി വിവരിച്ചിരിക്കുന്നത് പ്രഭാതകാലത്തില് എങ്ങനെയാണോ പാതി വിരിഞ്ഞ പൂക്കളിൽ നിന്ന് മഞ്ഞുതുള്ളികൾ താഴത്തേക്ക് ഒറ്റി വീഴുന്നത്, അതുപോലെയാണ് ധ്രുവന്റെ കണ്ണിൽ നിന്ന് ഹർഷബിന്ദുക്കള്, സന്തോഷാശ്രുക്കള് താഴത്തേക്ക് വീഴുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഭംഗിയായിട്ട് ധ്രുവനെ വിസ്തരിക്കുന്നുണ്ട്. ഒരു നീരൊഴുക്ക് ഒഴുകി ഒഴുകി എത്തുമ്പോൾ എങ്ങനെയാണോ പുൽനാമ്പുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത്, അതുപോലെയാണ് ഇപ്പോൾ ധ്രുവന്റെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവുന്നത് ഈ അമ്മയുടെ ഈ ജലപാതം ഉണ്ടാവുന്ന സമയത്ത്. ഈ എന്താ ധ്രുവനെ പറ്റി പറയേണ്ടതെന്ന് അറിയില്ല. ധ്രുവ ഗോസ്വാമി എന്ന് പറയണോ, ധ്രുവ മഹർഷി എന്ന് പറയണോ, എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ഈ മഹാത്മാവായിട്ടുള്ള ഈ ധ്രുവൻ എങ്ങനെയാണ് ആ പദത്തിലേക്ക് എത്തിയത് എന്നുള്ള കഥയാണ് 4-ാമത്തെ സ്കന്ധത്തില് 8 മുതൽ 12 വരെയുള്ള അധ്യായം, 8, 9, 10, 11, 12 5 അധ്യായങ്ങളിലായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് ഈ കഥയാണ്. 4-ാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണം വിസർഗമാണ്, വിശേഷേണ ഉള്ള സർഗം. 3-ാമത്തെ സ്കന്ധത്തിലെ സർഗത്തെ പറ്റി പറഞ്ഞു. ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തിന്റെ പ്രാഥമികമായിട്ടുള്ള നിർമ്മിതി ഉപകരണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞു. 4-ാമത്തെ സ്കന്ധത്തിലാണ് വിസർഗം എന്ന ലക്ഷണത്തിന് കീഴിൽ പറയുന്നത്. ബ്രഹ്മാവ് എങ്ങനെയാണ് തനിക്ക് കിട്ടിയിട്ടുള്ള ആദിനാരായണൻ തന്നെ സൃഷ്ടിച്ചു തന്നിട്ടുള്ള ഈ പ്രാഥമികമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് വിവിധ തരത്തിലുള്ള സൃഷ്ടി എങ്ങനെയാണ് ബ്രഹ്മാവ് നടത്തിയത് എന്നുള്ളതാണ് 4-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത്. അത് പറയുന്ന ആ പ്രക്രിയയിലാണ് സ്വയംഭുവ മനുവിന്റെ പുത്രനായിട്ടുള്ള ഉത്താനപാദനെ പറ്റി പറയുന്നത്. പ്രിയവ്രതൻ, ഉത്താനപാദൻ, പിന്നെ 3 പെൺകുട്ടികളായിരുന്നു. ദേവഹൂതി, അത് കപില ഉപദേശത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ആകൂതി, പിന്നെ പ്രസൂതി. പ്രസൂതിയെ പറ്റിയും ദക്ഷന്റെ കഥ പറയുന്ന സമയത്ത് പ്രസൂതിയെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പ്രിയവ്രതന്റെ കഥയാണ് 5-ാമത്തെ സ്കന്ധത്തിൽ പറയാനുള്ളത്. ഇനി 4-ാമത്തെ സ്കന്ധത്തില് ഉത്താനപാദന്റെ കഥ പറയുന്ന സമയത്ത് ഉത്താനപാദന്റെ വിവാഹത്തിനെ പറ്റി ആദ്യം പറയും. 2 പ്രാവശ്യം വിവാഹം കഴിച്ചു. സുരുചി, സുനീതി. സുരുചി എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാണാൻ സുന്ദരിയായിരുന്നു. പക്ഷേ ധാർമ്മികതയുടെ കാര്യത്തിൽ അവരെ പറ്റി ഒന്നും പറയാനില്ല. ധാർമ്മികത മുഴുവനും, ധാർമ്മികതയുടെ വഴി രാജാവിന് കാണിച്ചു കൊടുക്കാൻ കഴിവും അതിനുള്ള തയ്യാറെടുപ്പും ഒക്കെ ഉണ്ടായിരുന്നത് സുനീതിക്കായിരുന്നു. പക്ഷേ സുനീതിയോട് രാജാവിന് പ്രിയം കുറവായിരുന്നു. സുരുചിക്കായിരുന്നു രാജകൊട്ടാരത്തിൽ, സുരുചിക്കായിരുന്നു സ്ഥാനം. പട്ടമഹിഷി എന്നുള്ള സ്ഥാനം സുരുചിക്കായിരുന്നു. സുരുചിയുടെ മകനാണ് ഉത്തമൻ, സുനീതിയുടെ മകനാണ് ധ്രുവൻ. അപ്പോൾ ഒരു ദിവസം രാജാവ് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉത്തമൻ അച്ഛൻ്റെ മടിയിൽ കയറി കളിക്കുന്ന കണ്ട സമയത്ത്, ഏകദേശം ഒരേ പ്രായക്കാരാണ് അവര്. ഉത്തമനെ 1-2 സ്ഥലത്ത് ജ്യേഷ്ഠൻ എന്ന് പറയുന്നുണ്ട്, സഹോദരൻ ആണ്. നമുക്ക് സഹോദരൻ എന്നുള്ള സെൻസിലെടുത്താൽ മതി. സമപ്രായക്കാരാണ് ഏകദേശം. ധ്രുവൻ ഉത്തമൻ കയറിയിരിക്കുന്നത് കണ്ട സമയത്ത് 5 വയസ്സായിട്ടുള്ള ധ്രുവനും അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കും. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് സുരുചിക്ക് അത് ഇഷ്ടപ്പെടുത്തില്ല. അപ്പോൾ സുരുചി പോയിട്ട് ആ കുട്ടിയെ അവിടുന്ന് ഇറക്കും, അച്ഛൻ്റെ മടിയിൽ നിന്ന് ഇറക്കും. എന്നിട്ട് വളരെ മൂർത്ത വാക്കുകളാണ് പറയുന്നത്, മൂർച്ചയുള്ള വാക്കുകളാണ് പറയുന്നത്. നിനക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ഇത് നടക്കില്ല. നീ അന്യ സ്ത്രീയുടെ ഗർഭത്തിൽ ഉണ്ടായതാണ്. ഇനി അച്ഛൻ്റെ മടിയിൽ, അതായത് ഉദ്ദേശിക്കുന്നത് രാജസിംഹാസനത്തിലെന്ന് കൂടിയാണ്, പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിലും പരോക്ഷമായിട്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ ഭഗവാനെ ഭജിച്ചിട്ട് ഈ ജന്മം വെടിഞ്ഞിട്ട് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കണം, എന്നാൽ മാത്രമേ അതിന് പറ്റുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ ഒരു 5 വയസ്സായ കുട്ടിക്ക് അത് എത്ര അധികം വേദന അണച്ചിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ചാൽ അറിയുന്നതാണ്. പ്രത്യേകിച്ചും കാരണം എന്താ വെച്ചാൽ അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛൻ, സുരുചി മാതാവ് ഇത് പറഞ്ഞ സമയത്ത് അച്ഛൻ അത് അനുമോദിക്കുന്നത് പോലെ ചിരിച്ചൊന്നുമില്ലെങ്കിലും ഒന്നും പറയാതെ അവിടെ ഇരുന്നു, മൗനമായിട്ടിരുന്നു. ഈ അമ്മ ചെയ്യണത് സമ്മതമാണ് എന്നുള്ള പോലെ. അതുകൂടി കണ്ട സമയത്ത് കുഞ്ഞിന് വളരെയധികം സങ്കടം
ഹൃദയം ഭേദിച്ചതുപോലെ തോന്നി. കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക്, സുനീതയുടെ അടുത്തേക്ക് പോകും. അപ്പൊ സുനീതി അതിനകം തന്നെ മകൻ കരഞ്ഞുകൊണ്ട് വരുമ്പോഴേക്ക് തന്നെ കൊട്ടാരത്തിലുള്ള മറ്റുള്ളവർ പറഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞിരുന്നു എന്താണ് രാജാവിൻ്റെ സമക്ഷത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ കുട്ടിയെ വേഗം വാരി പുണർന്ന് കെട്ടിപ്പിടിച്ച്, സുനീതിക്കും വളരെ സങ്കടം തോന്നും, എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. മകന് എന്തെങ്കിലും ഒരു കഷ്ടം വന്നാൽ ഭർത്താവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ആ ദുഃഖം തീർത്തു കൊടുക്കാൻ പറ്റുള്ളൂ, അച്ഛൻ്റെ സഹായത്തോടു കൂടിയിട്ട്. അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അമ്മ കൂടുതലായിട്ടൊന്നും പറയില്ല, സുരുചി മാതാവിനെ പറ്റിയിട്ട് ഒന്നും കുറ്റമായിട്ട് പറയില്ല. ഇളയമ്മയെ പറ്റിയിട്ട് പറഞ്ഞത് ഇതായിരുന്നു, നമുക്ക് വരാനുള്ളതൊക്കെ നമ്മളുടെ കർമ്മം കൊണ്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. സുഖദുഃഖങ്ങളൊക്കെ ജീവികൾക്ക് വരുന്നത് അവരവരുടെ കർമ്മം കൊണ്ട് തന്നെയാണ്. ഇനി തൻ്റെ ഇച്ഛ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ സുരുചി മാതാവ് പറഞ്ഞതുപോലെ ഭഗവാനെ തന്നെ ഭജിക്കണം. സർവ അഭീഷ്ടങ്ങളും തരാൻ കഴിവുള്ള ശ്രീ മഹാവിഷ്ണുവിനെ തന്നെ ഭജിക്കണം. ആ ഭജനത്തിൽ നിന്ന് തന്നെ മാത്രമേ നിന്റെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ആ കുഞ്ഞ് കൊട്ടാരം വിട്ടിറങ്ങിപ്പോയിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ വേണ്ടി തീർച്ചയാക്കി. അതായത് കൊട്ടാരത്തിലിരുന്ന് ചെയ്യാവുന്ന ഉപാസന പോലും ശീലിച്ചിട്ടില്ലാത്ത കുട്ടിയാണ്. കാട്ടിലേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് അമ്മയ്ക്ക് സങ്കടമുണ്ടെങ്കിലും ഒരു നിമിഷം പോലും പിടിച്ചു നിർത്തില്ല. 2 കഥകൾ ഈ 4ാമത്തെ സ്കന്ധത്തിൽ അടുത്തടുത്ത് വെച്ചതിന് വളരെ സാങ്കത്യമുള്ളതായി തോന്നും. ദക്ഷന്റെ കഥയിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, എങ്ങനെയാണ് മക്കളോട് കൂടുതൽ അമിതമായിട്ടുള്ള വാത്സല്യം വരുന്നത് കൊണ്ടുള്ള അപകടങ്ങളാണ്. ഒന്ന്, ബ്രഹ്മാവിന്റെ അതിലാളന കൊണ്ടാണ് ദക്ഷൻ ഇങ്ങനെ ആയതെന്നൊക്കെ മേൽപ്പത്തൂർ കവിയൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് ദക്ഷൻ തന്നെ തൻ്റെ മകൾക്ക് വളരെ അധികം വിശിഷ്ടനായിട്ടുള്ള മഹാപ്രഭുവായിട്ടുള്ള മഹാദേവനെ തന്നെ ഭർത്താവായി കിട്ടിയിട്ടും മകളുടെ ഭാഗ്യമാണ് അത് എന്നറിയാതെ എപ്പോഴും മഹാദേവനെ ഭത്സിച്ചുകൊണ്ട് അവസാനം മഹാദേവനെ യജ്ഞാംശം നീക്കിവെക്കില്ല, യജ്ഞഭാഗം നീക്കിവെക്കില്ല എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചിട്ട് ഒരു യാഗം പോലും നടത്തി മകളുടെ മനസ്സിന് വലുതായ ദുഃഖം സൃഷ്ടിച്ചു കൊടുത്ത്, ഒരു വശത്ത് ഭർത്താവ്, ഒരു വശത്ത് അച്ഛൻ ദക്ഷൻ, ഒരു വശത്ത് മഹാദേവൻ, ഇതിനിടയിൽ പാർവതി എന്നുള്ള ആ വളരെ മൃദുല സ്വഭാവിനിയായിട്ടുള്ള ആ മകൾക്ക് ഇത്രയേറെ മാനസിക സംഘർഷം ഉണ്ടാക്കി കൊടുക്കാൻ ദക്ഷൻ ഒരു മടിയും ഉണ്ടായില്ല. അച്ഛനമ്മമാരെങ്ങനെ, ഇവിടെ അമ്മയ്ക്ക് അതിൽ പങ്കില്ല, അമ്മ നിസ്സഹായായിരുന്നു പ്രസൂതി. അച്ഛൻ എങ്ങനെയാണ് ഒരു മകൾ, അച്ഛനമ്മമാരെ പൊതുവെ നമ്മളുടെ ജീവിതത്തിൽ പറയുമ്പോൾ അച്ഛനമ്മമാരെ മക്കൾക്ക് എത്രത്തോളം ദുഃഖം വിചാരിക്കാതെ വാത്സല്യം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇവിടെ സുനീതി നമുക്ക് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന ആദർശം, എത്ര വാത്സല്യമുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് എന്താണോ നല്ലത് അത് സ്ഥലകാലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല. തൻ്റെ മകൻ 5 വയസ്സായിട്ടുള്ള ബാലനാണെങ്കിലും ആത്മാവ് എന്നുള്ള നിലയിൽ, അന്വേഷകൻ എന്നുള്ള നിലയിൽ, ഉപാസകൻ എന്നുള്ള നിലയിൽ ഈ ആത്മാവിനെ പേര് നിൽക്കുന്ന ഈ ശരീരം എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ തലത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാ ഉപാസനയാണ് എല്ലാത്തിനും, ഭഗവാനുമായിട്ട് താതാൽപ്യം പ്രാപിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും ഒരു പരിഹാരം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അച്ഛനമ്മമാർക്ക് എത്രയേറെ വാത്സല്യം ഉണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ചിലതൊക്കെ നല്ലതാണ്, ഇന്നതാണ് നല്ലത്, ഇന്നതാണ് ചീത്ത എന്ന് തോന്നുകയാണെങ്കിലും സ്ഥലകാലങ്ങളുമായിട്ടൊന്നും ബന്ധിപ്പിക്കാതെ ആത്യന്തികമായി ചിന്തിച്ചുകൊണ്ട് നന്മ എങ്ങനെ വെച്ചു കൊടുക്കുക എന്നുള്ളത് സുനീതയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മകൻ കാട്ടിലേക്ക് പോകും. കാട്ടിലേക്ക് പോയ സമയത്ത് നാരദ മഹർഷി വേഗം എവിടെ ഈശ്വരനെ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കണമോ, എവിടെ ഈശ്വരന്റെ മാർഗത്തിലേക്ക് ആരെങ്കിലും വരണമെന്ന് വിചാരിക്കണമോ അവിടെയൊക്കെ ശ്രീനാരദ മഹർഷി വരും. അത് നമുക്ക് രാമായണത്തിന്റെ തുടക്കത്തിൽ വാൽമീകിയുടെ അടുത്ത് വന്നിട്ട് ശ്രീരാമസ്വാമിയെ പറ്റി പലതും പറഞ്ഞു കൊടുത്ത് വാൽമീകി അപ്പോൾ മാ നിഷാദ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശാപമോ അനുഗ്രഹമോ എന്താ വെച്ചാൽ അത് വായിൽ നിന്നും പൊഴിയുന്നതിന് മുമ്പായിട്ട് അവിടെ വന്നിട്ട് ശ്രീരാമസ്വാമിയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ബ്രഹ്മദേവൻ വന്നിട്ട് വാൽമീകിയോട് പറയും, വത്സ നീ ഏത്
വൃത്തത്തിലാണോ ആ ശാപം കലർന്ന ശ്ലോകം ചൊല്ലിയത്, അതേ വൃത്തത്തിൽ ശ്രീരാമസ്വാമിയുടെ ഇന്ന് രാവിലെ എൻ്റെ പുത്രനായിട്ടുള്ള ശ്രീനാരദ മഹർഷി വന്നിട്ട് അതൊക്കെ പറഞ്ഞു തന്നുവല്ലോ, അത് അതേപോലെ എഴുതൂ എന്ന് പറഞ്ഞപ്പോഴാണ് വാൽമീകി മഹർഷിക്ക് രാമായണം എഴുതാനുള്ള പ്രേരണ കിട്ടിയത്. വ്യാസഭഗവാൻ തൻ്റെ ആശ്രമത്തിൽ വളരെയധികം മനോവൈഷമ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്തും അവിടുന്ന് വേദമൊക്കെ വ്യസിച്ചുവെങ്കിലും 17 പുരാണങ്ങൾ എഴുതിയെങ്കിലും ഉത്തമ ശ്ലോകനെ പറ്റി വേണ്ടത്ര എഴുതിയില്ല. അവിടുന്ന് ഉത്തമ ശ്ലോകനെ പറ്റി വേണ്ടത്ര എഴുതൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് വ്യാസ മഹർഷി തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മനസ്സിനെ പായിച്ച് ഉള്ളിലേക്ക് നോക്കി പിന്നെ സംഗ്രഹീതമായിട്ടുള്ള മനസ്സോടുകൂടി ഇരുന്നിട്ട് ഭാഗവതം രചിച്ചത്. ഇവിടെ 5 വയസ്സായിട്ടുള്ള ഈ കുഞ്ഞ് കാട്ടിലേക്ക് പോണ സമയത്ത് ശ്രീനാരദ മഹർഷി വേഗം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയും, ആദ്യം ഈ കുഞ്ഞിൻ്റെ ദാർഢ്യം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. 5 വയസ്സായ കുട്ടിയാണ്. ഈ ഇളം ശരീരവുമായിട്ട് വന്യമൃഗങ്ങളുള്ള കാട്ടിലേക്ക് പോകുന്ന ഈ കുട്ടിക്ക് ആരും ഉപാസനയുടെ മാർഗം പറഞ്ഞു കൊടുത്തിട്ടില്ല. കാട്ടിലെ പരിപരുത്ത ജീവിതം ഇതൊക്കെ നേരിടാൻ ഈ കുട്ടിക്ക് അതിനുള്ള വീര്യം കുട്ടിക്കുണ്ടോ എന്നുള്ളത് അറിയണം എന്നുള്ള മട്ടിൽ അദ്ദേഹം പറയും, കുഞ്ഞെ, നീ 5 വയസ്സായിട്ടുള്ള വെറും ഒരു ബാലനാണ്. 5 വയസ്സായ കുട്ടികൾക്ക് എന്ത് മാനാപമാനങ്ങൾ. സുരുചി മാതാവ് ഇത് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് നീറിപ്പുകയുകയാണെന്നൊക്കെ വിചാരിക്കാൻ കുട്ടികൾക്ക് എന്ത് മാനാപമാനങ്ങളാണ്. ഒരു നിമിഷം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു നിമിഷം കരഞ്ഞു എന്ന് വരും, അടുത്ത നിമിഷം തന്നെ അവർ കളിച്ചുകൊണ്ട് അതേ വ്യക്തിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലും. അതുകൊണ്ട് നിന്റെ ഈ പ്രായത്തിലെ മാനാവമാനങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. അത് മാത്രമല്ല, അമ്മ പറഞ്ഞിട്ടാണ് കാട്ടിലേക്ക് വന്നത് എന്നാണെങ്കിൽ അമ്മ മഹാവിഷ്ണുവിനെ ആരാധിച്ച് പ്രീതിപ്പെടുത്തു എന്നല്ലേ പറഞ്ഞത്. ഈ മഹാവിഷ്ണു കാട്ടിൽ പോയിരുന്ന് തപസ് ചെയ്യുമ്പോഴേക്കും ഉടനെ പ്രത്യക്ഷം ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലിയ വലിയ മുനിമാര് അവരുടെ തീവ്ര തപസ്സില്, അഗാധമായിട്ടുള്ള തപസ്സില് ആണ്ട് പോയി അങ്ങനെ എത്രയോ കാലം എത്രയോ കാലം തപസ്സിരുന്നിട്ട് എന്നിട്ട് പോലും അവർക്ക് പലപ്പോഴും ആ തൃപ്പാദങ്ങൾ കാണാൻ പോലും കിട്ടില്ല. അത്രയ്ക്കും യോഗികളിൽ നിന്ന് പോലും അത്രയേറെ സുദൂരനായി വിലസുന്ന ആ ഭഗവാനെ നീ ഇങ്ങനെ കാട്ടിൽ പോയിട്ട് അങ്ങോട്ട് തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് മൗഢ്യമാണ്, മൂഢതയാണ്. അതുകൊണ്ട് തിരിച്ചു പോകൂ. പിന്നെ കുറച്ചുകൂടിയൊക്കെ വലുതായ ശേഷം നല്ലത് എന്താണ് ചീത്ത എന്താണെന്നൊക്കെ അറിയണ പ്രായം വരുന്ന സമയത്ത് ആ സമയത്ത് അവരവർക്ക് പറ്റിയ ഒരു മാർഗം സ്വീകരിച്ചിട്ട് ഉപാസന നടത്താം എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി ഒട്ടും മുന്നോട്ടെടുത്ത് വെച്ച കാലിൽ നിന്ന് ഒട്ടും പിന്നിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറയും, ശ്രീനാരദ മഹർഷി, എൻ്റെ ഈ സിരകളിൽ ഒഴുകുന്ന രക്തം ഒന്നുമില്ലെങ്കിൽ ക്ഷത്രിയ രക്തമല്ലേ? അങ്ങനെ വിചാരിച്ചതിൽ നിന്ന് ഞാൻ പിന്മാറുമോ? മാന അവമാനങ്ങൾ ഈ ക്ഷാത്രവീര്യം ഉള്ള എനിക്ക് അത്ര എളുപ്പത്തിൽ എനിക്കത് സ്വീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീർച്ചയാക്കിയിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആദ്യം തന്നെ ശ്രീനാരദ മഹർഷി ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇവിടെ പുരാണകാരൻ പറയുന്നത് സ്പൃഷ്ട്വാ മൂർധന്യ അഖഗ്നേന പാണിന എന്നാണ്. ശ്രീനാരദ മഹർഷിയുടെ അഖം മുഴുവനും പാപം മുഴുവനും നീക്കാൻ കഴിവുള്ള തൻ്റെ കൈകൾ കൊണ്ട് ഈ കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് തുടർന്നിട്ട് ശ്രീനാരദ മഹർഷി എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ സഗുണമായിട്ടുള്ള ആരാധനയുടെ വലിയൊരു പാഠം കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടും. അതായത് ഉപാസനയുടെ ആദ്യകാലങ്ങളിൽ, ഉപാസനയുടെ ബാല്യത്തിൽ ഏറ്റവും നല്ലത് സഗുണ ആരാധനയാണ്. അപ്പോൾ ഈ കുഞ്ഞിന് ഒരുപക്ഷെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ രൂപം കൊട്ടാരത്തിൽ ചിത്രമുണ്ടായിരിക്കും, ചിത്രകാരന്മാർ ചിത്രം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ കൽപ്രതിമ ഉണ്ടായിരിക്കും, ലോഹപ്രതിമ ഉണ്ടായിരിക്കും. അതൊക്കെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കുട്ടി എന്ന് പോലും സംശയമാണ്. അതുകൊണ്ട് ആദ്യം അത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. അത് വളരെ എങ്ങനെയാണ് ഭഗവാന്റെ കിരീടം, മഞ്ഞപ്പട്ട്, വനമാല ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ തന്നെ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു കൗതുകം ജനിപ്പിക്കുന്ന വിധത്തിലാണ് ഈ കുഞ്ഞിനത് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ മലയാളം ഏകദേശം അതിൻ്റെ മലയാളം നമുക്ക് 2 മിനിറ്റ് കൊണ്ടൊന്ന് അനുസ്മരിക്കാം. നമുക്കൊന്ന് കണ്ണടച്ചിട്ട് ആ ഭഗവത് സ്വരൂപത്തിനെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. മാല ചേർന്നു വിളങ്ങും തിരുമുടിയെ
ബാലദേശവും ഗണ്ഡസ്ഥലാഭയും ഗോപിയും നല്ല ചില്ലി വിലാസവും താപം തീർക്കും നയനാംബുജാഭയും കുണ്ടലപ്രഭാ പുഞ്ചിരി ശോഭയും ശോണപല്ലവം തോൽക്കുമധരവും നാസികയുടെ ഭംഗിയും കൗസ്തുഭ ഭാസിതമായ കണ്ഠപ്രദേശവും ശ്രീഭഗവതി വാണരുളിടുന്ന ശ്രീവത്സംഗീതമാം തിരുവക്ഷസ്സും കങ്കണങ്ങളണിഞ്ഞു മനോഹര കാന്തിയോടെ വിളങ്ങും കരങ്ങളിൽ ശംഖചക്ര ഗദാസരോഹങ്ങളും ഭംഗിയേറുമുദരരോമാളിയും പൊന്നുടയാട കിങ്ങിണി ജാലവും തൃത്തുടകളും ജാനുദ്വയാഭയും മങ്ങിടാതുള്ള കാന്തി കലർന്നെഴും മംഗളമായ രണ്ടു മുഴങ്കാലും ബ്രഹ്മവാദികൾ പൂജിച്ചിടുന്നൊരു ബ്രഹ്മരൂപമാം പാദാംബുജാഭയും അഞ്ജനത്തിൻ പ്രഭയെ കവരുന്ന മഞ്ജുളമായ പൂമേനി ശോഭയും മെച്ചമമ്മാറു ചാർത്തി വിളങ്ങുന്ന തെച്ചിമാല തുളസി മാല്യങ്ങളും ആലവട്ടവും എന്നിവയൊക്കെയും ആമോദത്തോടെ കണ്ടു വണങ്ങുക. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ നല്ല ഒരു വാങ്മയ ചിത്രം ആ കുഞ്ഞിന് കൊടുക്കും. എന്നിട്ട് ഒരു മഹാമന്ത്രവും കൊടുക്കും, ദ്വാദശാക്ഷര മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള വിശിഷ്ടമായിട്ടുള്ള മന്ത്രം. വാസുദേവായ എന്ന് പറയുമ്പോൾ വസുദേവൻ്റെ പുത്രനാണ്, എങ്ങും വസിക്കുന്നവനുമാണ്. അപ്പോൾ കാട്ടിലിരുന്നാലും നാട്ടിലിരുന്നാലും എവിടെയിരുന്നാലും പുറത്തും ഉള്ളിലും ഒക്കെ വസിക്കുന്ന ആ ഭഗവാനെ പുരസ്കരിച്ചിട്ടുള്ളൊരു മന്ത്രം കൊടുക്കും. എന്നിട്ട് പറയും പോകേണ്ട സ്ഥലവും പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ വെറുതെ കാട്ടിലേക്ക് പോയിരിക്കുകയാണ്, മധുവനത്തിലേക്ക് പോകണം, കാളിന്തി തീരത്തുള്ള മധുവനത്തിൽ പോകണം. അവിടെ ശ്രീഹരിയുടെ ചരണം കൊണ്ട് അലംകൃതമായിട്ടുള്ള ആ മധുവനം, അവിടെ പോയിരുന്നിട്ട് നീ ഭജിക്കണം. കാളിന്തിയിൽ സ്നാനം ചെയ്യുക, 3 നേരം സ്നാനം ചെയ്തിട്ട് അന്യചിന്തകളൊന്നുമില്ലാതെ ഏതായാലും കുഞ്ഞു പോവാൻ തീർച്ചയാക്കി. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ നിവൃത്തിയുള്ളൂ. 3 നേരം സ്നാനം ചെയ്തിട്ട് ഭഗവാനെ ഭജിക്കുക, അന്യചിന്തയില്ലാതെ ഭജിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തപസ്സോട് കൂടിയിട്ട് അങ്ങനെ ഇരുന്ന് കാട്ടിലുള്ള ഫലമൂലങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം, ഭക്ഷിക്കാം. അങ്ങനെ പോയിരുന്ന് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് ശ്രീനാരദ മഹർഷി മടങ്ങി നേരെ പോയത് ഉത്താനപാദ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. മകൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേട്ടത് മുതൽ രാജാവിന് വളരെയധികം വിഷമം തോന്നാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ 5 വയസ്സായ കുട്ടിയാണ്. അവൻ്റെ തന്നെ പ്രായമുള്ള ഉത്തമൻ കയറിയിരുന്നപ്പോൾ ഒന്നും പറയാതെ ഈ ധ്രുവൻ കയറിയിരുന്നപ്പോൾ അമ്മ പിടിച്ചിറക്കിയ സമയത്ത്, സുരുചി മാതാവ് പിടിച്ചിറക്കിയ സമയത്ത് താനൊന്നും പറഞ്ഞില്ല. എത്ര ഉഗ്രശാസനത്തോടു കൂടി രാജ്യം ഭരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഞാൻ ഒരു സ്ത്രീ ജിതനായിട്ട് ആ അമ്മ ചെയ്തപ്പോൾ അതിന് മറുത്തൊരു വാക്കും പറയാതെ ആ കലങ്ങിയ കണ്ണുകളും കണ്ണുനീരു അണിഞ്ഞ മുഖവുമായിട്ട് അവൻ പോയത് കണ്ടപ്പോൾ പോലും ഒന്ന് പിടിച്ച് മടിയിൽ വയ്ക്കാതെ ഞാൻ ഇത്രയും വലിയ ഒരു
ക്രൂരതയാണല്ലോ ചെയ്തത്, കഷ്ടം, ഞാനൊരു അച്ഛനാണോ, ഞാനൊരു മനുഷ്യനാണോ? അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ശ്രീനാരദ മഹർഷി വന്നത്. ശ്രീനാരദ മഹർഷി വന്നിട്ട് കുറേ സമാധാനിപ്പിക്കും. അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ പുത്രനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. രാജാവിൻ്റെ വിചാരം ഇതായിരുന്നു, കാട്ടിൽ പോയിട്ട് ചെന്നായ്ക്കളൊക്കെ ഈ കുഞ്ഞിനെ കടിച്ചു കീറില്ലേ, ഇതൊക്കെയായിരുന്നു വിഷമം. ഒന്നും ഭക്ഷണം കിട്ടാനില്ലാതെ അവൻ അവിടുന്ന് വിശന്ന് പൊരിഞ്ഞ് മരിച്ചു പോവില്ലേ. ആർക്കും ഒന്നും ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിലത്തെ നമുക്കൊക്കെയുള്ള പാഠമാണ്. നമ്മളുടെ മടിയിലിരിക്കുമ്പോഴും നാട്ടിലിരുന്നാലും കാട്ടിലിരുന്നാലും എവിടെ ഇരുന്നാലും ഭഗവാനല്ലേ നോക്കണത്. നമ്മളുടെ മടിയിൽ നമ്മളുടെ കുഞ്ഞിരിക്കുന്ന സമയത്തും ഭഗവാൻ രക്ഷിക്കണമെന്ന് വിചാരിക്കണില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അച്ഛനമ്മമാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ കുട്ടികൾക്ക് സുരക്ഷ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്, ശ്രദ്ധ വേണം, അനവധാനത പാടില്ല. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം തീർച്ചയായും ഈശ്വര കാരുണ്യമാണ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ട് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ കുഞ്ഞ് അവിടെ പോയിരുന്ന് തപസ് ചെയ്യട്ടെ. തപസ് ചെയ്യാൻ യോഗ്യതയുള്ള കുഞ്ഞാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. ധ്രുവനാണെങ്കിൽ കാട്ടിലേക്ക് പോയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ കാളിന്തിയിൽ മുങ്ങി ശ്രദ്ധാപൂർവം തപസ് തുടങ്ങി. ശ്രീനാരദ മഹർഷി പറഞ്ഞിരുന്നു ഫലമൂലങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. കുഞ്ഞ് സ്വന്തം എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, 3 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും കുറച്ച് പഴം, അത് എലന്തപ്പഴം പോലെ എന്തെങ്കിലും പഴങ്ങൾ 3 ദിവസം കൂടുമ്പോൾ കഴിക്കാം. അങ്ങനെ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള തപോബലം കൊണ്ട് 2ാമത്തെ മാസം വന്നപ്പോൾ 6 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും കഴിക്കാം എന്നായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം വരുമ്പോഴേക്കും 9 ദിവസം കൂടുമ്പോൾ ഉണങ്ങിയ ഇലകളും വെള്ളമൊക്കെ കഴിക്കാം എന്നായി. 4ാമത്തെ മാസം വന്നപ്പോൾ 12 ദിവസം കൂടുമ്പോൾ ഭക്ഷണം, അതിപ്പോൾ ഫലങ്ങളല്ല, ഇലകളല്ല, പുല്ലും ഒന്നുമല്ല, വായു മാത്രം, വായു ഭക്ഷണം. അത് കഴിഞ്ഞ് പിന്നെ 5ാമത്തെ മാസമൊക്കെ ആവുമ്പോഴേക്ക് ഒന്നും ശ്വാസം പോലും എടുക്കാനുള്ള ശ്രദ്ധയില്ല. അത്രയധികം ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരുന്നു. ഭഗവാനെ തന്നെ നിരന്തരം ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്നു. ഒറ്റ കാലിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞ് അങ്ങനെ തപസ് ചെയ്ത സമയത്ത്, ശ്വാസം കൂടി ഇരിക്കാതെ ആയ സമയത്ത്, അത്രയും ആ കുഞ്ഞിൻ്റെ പ്രാണനും ജഗത് പ്രാണനും അതിനിടെ ഒന്നായി കഴിഞ്ഞ പോലെയായി. അതുകൊണ്ട് വിശ്വത്തിന് മുഴുവനും പ്രാണരോധം ഏർപ്പെട്ടു. വിശ്വത്തിന് മുഴുവനും വീർപ്പുമുട്ടൽ, ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അങ്ങനെ സിദ്ധന്മാരും മഹർഷിമാരും എല്ലാവരും, ഉപരി ലോകത്തിലെ ജീവികളും എല്ലാവരും ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറയും, ഭഗവാനെ, വലുതായിട്ടുള്ള പ്രാണരോധം വന്നിരിക്കണു, ഇതിന് കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവില്ല, ഞങ്ങൾക്ക് ശ്വാസം കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ഭഗവാൻ പറയും, പേടിക്കണ്ട, മാ ഭേഷ്ട, പേടിക്കണ്ട. ഞാൻ ഇതിന് കാരണം എന്താ വെച്ചാൽ, ആ ധ്രുവ ബാലൻ കാളിന്തി തീരത്ത് നിന്ന് മധുവനത്തിൽ അത്യുഗ്രമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അതിന് വേണ്ട ഒരു പരിഹാരം ചെയ്തു കൊള്ളാം, ഇതിന് വേണ്ട പരിസമാപ്തിയിലേക്ക് ഞാൻ എത്തിച്ചു കൊള്ളാം എന്ന് പറയും. എന്നിട്ട് ഭഗവാൻ വേഗം വൈനതേയൻ്റെ പുറത്ത് കയറിയിട്ട്, ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ആ കാളിന്തി തീരത്ത് ഈ കുഞ്ഞ് തപസ്സിരിക്കുന്ന സ്ഥലത്ത് എത്തും. ഭഗവാൻ മുമ്പിൽ എത്തിയ സമയത്തും കുഞ്ഞ് കണ്ണ് തുറന്നു നോക്കില്ല. കണ്ണ് തുറന്നു നോക്കിയിട്ട് എത്രയോ കാലമായി കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളെ പറ്റി മറന്നു കഴിഞ്ഞു. കണ്ണ്, മൂക്ക്, കാത് എല്ലാം മറന്നു കഴിഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ സൗരഭ്യം അടുത്തെത്തിയത് അറിയണതായിരുന്നു, ഭഗവാന്റെ തടിപ്രഭ അടുത്തെത്തിയത് അറിയേണ്ടതായിരുന്നു. കണ്ണടച്ചിട്ടുണ്ടെങ്കിലും മിന്നൽ പോലെയുള്ള പ്രഭ ഒന്നും, ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങിയിട്ട് അത്രയധികം അഗാധമായിട്ടുള്ള തപസ്സിൽ മുഴുകിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഉള്ളിലുള്ള രൂപം മറഞ്ഞ പോലെ തോന്നി. അത് ഭഗവാനാണ് മറച്ചതെന്ന് പറയണില്ല പ്രത്യക്ഷമായിട്ട്, പക്ഷെ ഒരു പക്ഷേ ഭഗവാൻ മറിച്ചതായിരിക്കാം നമുക്ക് ഊഹിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഉള്ളിലുള്ള ആ രൂപം പോകുമ്പോൾ കണ്ണൊന്ന് തുറന്നു നോക്കുമ്പോൾ നേരെ മുമ്പിൽ ഭഗവാൻ ഇങ്ങനെ പൂക്കണിയായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഉള്ളിലുള്ള രൂപം മറിഞ്ഞു, പരിഭ്രമം തോന്നി. കണ്ണു തുറന്ന സമയത്ത് ഭഗവാൻ മുമ്പിൽ നിൽക്കണു. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ തപസ്സിൻ്റെ കാഠിന്യത്തിനെ പറ്റിയിട്ടൊക്കെ എത്രയോ കാലം തപസ് ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ ഫലം കിട്ടുക എന്നുള്ളതൊക്കെ
ശ്രീനാരദ മഹർഷി അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതാ കണ്ണു തുറന്ന സമയത്ത് സാക്ഷാൽ ഭഗവാൻ ഇങ്ങനെ ഗരുഡൻ്റെ പുറത്ത് വന്ന് ഇറങ്ങി നിൽക്കുന്നത് കണ്ട സമയം ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതറിയില്ല. ആദ്യം നിലത്ത് അവിടെ വീണ് നമസ്കരിക്കും. നമസ്കരിച്ചു കഴിഞ്ഞിട്ട് ഭഗവാനെ ആലിംഗനം ചെയ്യണമെന്നുണ്ട്. അങ്ങനെയല്ലേ ഉറക്കം ഉണർന്നു വന്ന കുട്ടികൾ എന്താ അമ്മയെ കണ്ട എന്താ ചെയ്യുക? അമ്മയെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് അമ്മയ്ക്ക് ചുംബനം കൊടുക്കും. അതുപോലെ ഈ കുഞ്ഞിന് തോന്നി ഭഗവാനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഭഗവാന് ചുംബനം കൊടുക്കണം. പക്ഷെ അതൊക്കെ എത്രയോ കാലമായി കൈകാലുകളൊക്കെ അനങ്ങിയിട്ട്, അതുകൊണ്ട് ആ നോട്ടത്തിൽ കൂടെ തന്നെ ഭഗവാനെ ആശ്ലേഷിച്ചുകൊണ്ട് ഭഗവാന് ചുംബനം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ പറയണം എന്നുണ്ട്. ശ്രീനാരദ മഹർഷി തന്നിട്ടുള്ളൊരു മന്ത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ. വേറെ കീർത്തനങ്ങളോ ഭജനകളോ ഒന്നും ഈ കുഞ്ഞ് പഠിച്ചു വെച്ചിട്ടില്ല. എന്ത് പറയണം എന്നറിയാതെ നിന്ന സമയത്ത് ഭഗവാൻ തന്നെ ഈ കുഞ്ഞിനെ കൊണ്ട് സ്തുതി ചെയ്യാൻ പാകത്തിൽ ഭഗവാന്റെ കയ്യിലുള്ള പള്ളി ശംഖെടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ കപോലത്തിലൊന്ന് പതുക്കെ തലോടി. ബ്രഹ്മമയേന കമ്പുന പസ്പർശബാലം കൃപയാ കപോലെ. ആ ബാലനെ കപോലത്തിൽ ഒന്ന് പതുക്കെ തടവി. അതോ ആ ബ്രഹ്മമയേന കമ്പുന, ആ ശംഖ് വേദസ്വരൂപിയാണ്, പ്രണവസ്വരൂപിയാണ്, ആകാശതത്വാത്മകമായിട്ടുള്ള ശംഖാണത്. അത് തൻ്റെ കവിളിൽ അങ്ങനെ തട്ടിയ സമയത്ത് എവിടെ നിന്നാണെന്നറിയാതെ ധ്രുവബാലൻ ഇങ്ങനെ സ്തുതിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം അതിൽ ആ ചെറിയ സ്തുതിയാണ്, 12 ശ്ലോകങ്ങളുള്ള സ്തുതിയാണ്. ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് 17-ാമത്തെ ശ്ലോകം വരെ 12 ശ്ലോകങ്ങളാണ് ഈ സ്തുതി. പക്ഷെ ഈ 5 വയസ്സായ കുഞ്ഞിന് ഈ സ്തുതിയിൽ പറയുന്ന തത്വങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഈ കുഞ്ഞിന് മനസ്സിലായത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ വലുതായിട്ടുള്ള അത്ഭുതം തോന്നും. ആദ്യത്തെ ശ്ലോകം ഗംഭീരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ പ്രഥമ സ്മരണയ്ക്കുള്ള ശ്ലോകമാണത്. ഇത് പല ആചാര്യന്മാരും വേദിയിൽ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ചൊല്ലണത് കേൾക്കാറുണ്ട്. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സംജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവശക്തികളും ധരിച്ചിട്ട് ഉൾപുക്ക് തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം, എൻ്റെ വാക്കിനെ, എൻ്റെ വാഗിന്ദ്രിയത്തെ, യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം, ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാഗിന്ദ്രിയത്തെ, യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സംജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ. കയ്യ് കാല് എന്നുള്ള കർമ്മേന്ദ്രിയങ്ങളെ, കൈകാലുകളെ പറ്റി പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളെല്ലാം, വാക്ക്, കയ്യ്, കാല്, ശ്രവണത്വഗാദീൻ, കാത്, ത്വക്ക് എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ. ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ എല്ലാം പ്രവർത്തനക്ഷമമാക്കുന്ന അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് തൻ്റെ അനുഭവം. ഭഗവാനെ കണ്ട സമയത്ത്, ഇങ്ങനെ ചൊല്ലാറായ സമയത്ത്, ഇപ്പം താൻ അത്ര കാലം ഇങ്ങനെ തപസ്സിൽ കിടന്ന് ഇന്ദ്രിയങ്ങളൊക്കെ മരവിച്ചു പോയിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഉറക്കം ഉണർന്നവനെ പോലെ തന്നെ തൻ്റെ ഉള്ളിൽ ആ ചൈതന്യത്തെ ഉണർത്തി തന്നിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്ന് പറയണം. ഇത് തൻ്റെ വൈയക്തികമായിട്ടുള്ള ഒരു അനുഭവം. എന്നിട്ട് ആ കുഞ്ഞ് ഉടനെ തന്നെ പറയണത്, എന്നെ മാത്രമല്ല
ഈ ലോകത്തെ മുഴുവനും എപ്പോഴും ചൈതന്യമയമാക്കി തീർക്കുന്നത് അവിടുന്ന് തന്നെയാണ് എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്തിയാ മായാഖ്യയോരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ട്വാനുവിശ്യ പുരുഷസ്തദസൽഗുണേഷു നാനേവദാരുഷു വിഭാവസുവദ്വിഭാസി. ഏകമായിരിക്കുന്ന അവിടുന്നാണ് ഈ നാനാത്വത്തെ മുഴുവനും സൃഷ്ടിച്ചത്. വാസ്തവം പറയുകയാണെങ്കിൽ ഈ ഒരു ചെറിയ ശ്ലോകത്തില് 4 വരെയുള്ള ഈ ശ്ലോകത്തില് ധ്രുവ ബാലൻ സൃഷ്ടിയുടെ തത്വം മുഴുവനും പറയുകയാണ്. ഭാഗവതത്തിൽ എത്രയിടത്താണ് സൃഷ്ടിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് അറിയോ? രണ്ടാമത്തെ സർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലക്ഷണമൊന്നും പറയാത്ത രണ്ടാമത്തെ സ്കന്ധത്തിൽ പോലും സർഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ശ്രീനാരദ മഹർഷി അതിനെ പറ്റി പറയുന്നുണ്ട്. ഉദ്ധവസ്വാമിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശം കൊടുക്കുമ്പോൾ അതിനെ പറ്റി പറയുന്നുണ്ട്. കപില ഭഗവാൻ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ഈ സൃഷ്ടിയെ പറ്റി പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ സൃഷ്ടി മുഴുവനും വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. സൃഷ്ടി എന്ന് പറയുന്നതിനേക്കാൾ അധികം ശരി സർജനം എന്ന് പറയായിരിക്കും. ഭഗവാൻ തൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതിനെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത്. സൃഷ്ടി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിക്കണം എന്ന് സങ്കല്പിച്ച സമയത്ത്, സങ്കല്പം എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, വാക്കുപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നിഷ്ക്രിയനായിട്ടുള്ള ഭഗവാൻ, ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഭഗവാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ക്രിയയല്ലേ? സങ്കല്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ആഗ്രഹത്തിന്റെ പ്രകടനമല്ലേ? ആ ഈക്ഷണ ഒന്ന് കടക്കണ്ണുകൊണ്ടൊന്നു സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടൊന്നൊരു അപാംഗലീല നടത്തി ഒന്ന് നോക്കി അതിൽ നിന്നാണ് സൃഷ്ടി വന്നത് എന്ന് പറയുമ്പോൾ അവിടെയും ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് വൈരുദ്ധ്യാത്മകമായി തോന്നും നമുക്ക്. പക്ഷെ വേറെ വാക്കുകളില്ലാത്തതുകൊണ്ട് നമ്മൾ പറയും, സൃഷ്ടിക്കാൻ വേണ്ടി ഭഗവാൻ സങ്കല്പിച്ച സമയത്ത് കാലശക്തി ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഗുണങ്ങളുടെ സാമ്യ അവസ്ഥ പോയി. 3 ഗുണങ്ങള്, സത്വരജസ്തമോ ഗുണങ്ങള്, അത് സാമ്യ അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ഒരു തുലാസ്, ആ തുലാസിന്റെ 2 തട്ടുകളിലും ഒന്നുമില്ലാതിരിക്കുമ്പോഴും അത് അനങ്ങാതിരിക്കും. ആ 2 തട്ടിലും ഒരേ വെയിറ്റ്, കാറ്റൊന്നുമില്ലാത്ത സ്ഥലത്ത് 2 തട്ടിലും ഒരേ വെയിറ്റ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ 10 ഗ്രാം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കൂ. കാറ്റൊന്നുമില്ലാത്തൊരു ചെല്ലു പേടകത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു തുലാസില് ആ 2 തട്ടിലും ഒരേ വെയിറ്റ് ഇരിക്കുന്ന സമയത്ത് അതിനൊരനക്കവും ഉണ്ടായിരിക്കില്ല. ഇതുപോലെ പ്രകൃതിയിലെ 3 ഗുണങ്ങളും സാമ്യ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് യാതൊരു ചലനവുമില്ല. പ്രകൃതിയിലെ സൃഷ്ടിയില്ല, പ്രകൃതി സൃഷ്ടിക്കുന്നില്ല. അതേസമയം ഏതെങ്കിലും ഒരു ഗുണം, സത്വഗുണം കുറച്ച് കൂടുമ്പോഴോ രജോ ഗുണം കൂടുമ്പോഴോ, സാധാരണ സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ രജോ ഗുണം കൂടി എന്നാണ് പറയുക. രജോ ഗുണം അല്പം കൂടി, മറ്റ് 2 ഗുണങ്ങളും അല്പം കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ സാമ്യ അവസ്ഥ, തുലനാവസ്ഥ നഷ്ടപ്പെടുന്ന സമയത്താണ് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാവുന്നത്. അങ്ങനെ സാമ്യ അവസ്ഥയിൽ വ്യത്യാസം വരുന്ന സമയത്ത് മഹത്തത്വം സംജാതമാവും. മഹത്തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടിയുടെ പിന്നിലുള്ള ബുദ്ധിതത്വം അല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ സാധ്യത, അത് സംജാതമാവും. മഹത്തത്വത്തിൽ നിന്ന് അഹംതത്വം വരും. എന്നിട്ട് ഈ അഹംതത്വം സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടി ചേരും. തമോ ഗുണത്തോടുകൂടി ചേർന്നിട്ട് പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ഉണ്ടാവും. രജോ ഗുണത്തോടുകൂടി ചേർന്നിട്ട് പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അങ്ങനെ 10 ഇന്ദ്രിയങ്ങളും ഉണ്ടാവും. സത്വഗുണത്തോടുകൂടി ചേർന്നിട്ട് 4 വൃത്തികൾ ഉള്ള അന്ധക്കരണം ഉണ്ടാവും. ഈ 4 അന്ധക്കരണത്തിന്റെ 4 വൃത്തികൾക്കും ഓരോ ദേവതമാരുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതമാരുണ്ട്. പഞ്ചകർമ്മേന്ദ്രിയങ്ങൾക്കും ദേവതമാരുണ്ട്. 10 ഇന്ദ്രിയങ്ങൾക്കും ദേവതമാരുണ്ട്. 10 4 14 ദേവതമാരെയും ഈ അന്ധകരണത്തെയും ഭഗവാൻ സൃഷ്ടിക്കുന്നത് ഈ സത്വഗുണത്തോട് അഹന്തത്വം
ചേരാൻ അനുവദിച്ചുകൊണ്ടാണ്. ഇതാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ വേറെ വേറെ ദേവതകൾ ഉണ്ടായിട്ട് പോലും ഇതൊക്കെ വേറെ വേറെ നിൽക്കുന്ന സമയത്ത് എന്തുദ്ദേശിച്ചിട്ടാണോ ഈ സൃഷ്ടി നടന്നത്, ആ സൃഷ്ടി കാര്യം വേണ്ടത്ര പുരോഗമിക്കാതെ കാണുന്ന സമയത്ത് ഈ ദേവതമാര് തന്നെ ഭഗവാനോട് പറയും, ഞങ്ങളൊന്നും ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവിടുന്ന് തന്നെ വേണം എല്ലാത്തിനെയും ചേർത്ത് നിർത്തി എല്ലാത്തിനെയും ചൈതന്യവത്താക്കി തീർക്കാൻ എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ എല്ലാത്തിലേക്കും അനുപ്രവേശിച്ചിട്ട് എല്ലാത്തിനെയും കൂട്ടി നിർത്തി ബ്രഹ്മാണ്ടമായിട്ട് നിൽക്കും. എന്തുകൊണ്ടാണ് ഒരു അണ്ടത്തോട് ഉപമിച്ചതെന്ന് വെച്ചാൽ, ഒരു അണ്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം സമഗ്രമായിട്ടെല്ലാം ഉണ്ട്, ഒന്ന് ചേർന്ന് നിൽക്കുന്നതുണ്ട്. വലിയായിട്ട് ആ അണ്ടം ഒന്ന് വിരിഞ്ഞാൽ ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കോഴിക്കുഞ്ഞാണെങ്കിലും കാക്കക്കുഞ്ഞാണെങ്കിലും എന്താണെങ്കിലും ഒരു പക്ഷിക്കുഞ്ഞാണ് ഏതാണെങ്കിലും ആ വലിയ സാധ്യതയെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനെയും അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള അണ്ടത്തിനോടാണ് ഈ ബ്രഹ്മാണ്ടത്തിനെ തുലനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഭഗവാൻ എല്ലാത്തിലേക്കും അനുപ്രവേശിച്ചിട്ടാണ് ഈ ബ്രഹ്മാണ്ടം അത് കുറേ കാലം കാരണജലത്തിൽ കിടന്നു, എന്നിട്ട് പിന്നെ വിരാട് പുരുഷനായിട്ട് അത് വിരിഞ്ഞു വന്നു എന്നൊക്കെ നമ്മൾ സൃഷ്ടിയിൽ കാണും. ആ തത്വം ഈ കുഞ്ഞ് ഇവിടെ പറയണം. ആദ്യം തൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഈ പ്രപഞ്ചത്തെ തന്നെ മുഴുവനും ഭഗവാൻ സൃഷ്ടിച്ച് അതിനെ മുഴുവനും ചൈതന്യവത്താക്കിയതിനെ പറ്റിയാണ് പറയുന്നത്. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്തിയ മായാഖ്യയോരു ഗുണയാ മഹദാദ്യശേഷം. മായ എന്നുള്ള തൻ്റെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ഏകനായിട്ടുള്ള ഭഗവാൻ പലതായി തീർന്നതാണ് ഈ ജഗത്ത്. എന്നിട്ട് സൃഷ്ട്വാനുവിശ്യ അത് സൃഷ്ടിച്ചിട്ട് അതിലേക്ക് പ്രവേശിച്ചിട്ട് പുരുഷസ്തദ സദ്ഗുണേഷു സൃഷ്ടിക്കപ്പെട്ട ഓരോന്നും അസത്തായിട്ട് നിൽക്കുകയായിരുന്നു. ഭഗവാൻ അതിലേക്ക് പ്രവേശിച്ചിട്ട് എല്ലാത്തിനും ജീവനും അർത്ഥവും കൊടുത്തുകൊണ്ട് ഈ പ്രപഞ്ചം വിരിഞ്ഞാടുന്ന പ്രപഞ്ചമാക്കി അതിനെ മാറ്റി. നാനേവദാരുഷു വിഭാവസു അദ്വിഭാസി. ഇവിടെ കാണുന്ന എല്ലാം തന്നെയും എന്തൊക്കെ നാനാത്വമാണ് നമ്മളുടെ മുമ്പിൽ കാണുന്നത്, അതിൻ്റെ പിന്നിലുള്ളത് മുഴുവനും ഏകത്വമാണ്. അങ്ങനെ ഏകമായിട്ടുള്ള ഒരു തത്വമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയേറെ നാനാത്വം എന്ന് ചോദിച്ചാൽ, ഒരേ അഗ്നി തന്നെയാണെങ്കിലും ഒരു ചതുരത്തിൽ കിടക്കുന്ന ഒരു ചതുരാകൃതിയിൽ വിറക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് തീയിന് ചതുരാകൃതി കാണും. വട്ടത്തിലാണ് വിറക് വെച്ചത് എന്നിട്ട് അതിന് തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് തീയിന് ഒരു വർത്തുളാകൃതിയായിരിക്കും. നീളത്തിലാണ് വെച്ചത് ഉണ്ടെങ്കിൽ നീളത്തിലാണ് തീയിൻ്റെ ആകൃതി. അപ്പോൾ ഉപാധി എന്താണോ, ഉപാധിയിൽ മാത്രമേ നാനാത്വമുള്ളൂ. അതിലുള്ള തത്വം ഒന്ന് തന്നെയാണ്. ഉപാധിക്കനുസരിച്ചിട്ടാണ് ഇവിടെയുള്ള ഈ നാനാത്വം എന്നുള്ളത് വീണ്ടും വീണ്ടും എല്ലാ പുരാണങ്ങളും അതെടുത്തു പറയും. ഭാഗവതം മഹാപുരാണം 10 ലക്ഷണങ്ങളുണ്ട്. അത് സാധാരണ ലഘുപുരാണങ്ങളാണെങ്കിലും ഉപപുരാണങ്ങളാണെങ്കിലും എല്ലാത്തിലും സർഗവും വിസർഗവും എല്ലാത്തിലും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ നാനാത്വത്തിൻ്റെ പിന്നിലുള്ള ഏകത്വത്തിനെ വീണ്ടും വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ തരത്തിലും. അതല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്നാണ്, ഞാനും ജഗത്തും ഒന്നാണ്, ജീവനും ജഗത്തും ഒന്നാണ്, ജീവനും ഈശ്വരനും ഒന്നാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അവസ്ഥയിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഗോചരമായിട്ടുള്ള വിഷയങ്ങളിൽ ഇത്രയേറെ നാനാത്വം കാണുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ സൃഷ്ടിയുടെ ഏകത്വം സ്വീകരിക്കാൻ പറ്റുക? അപ്പോൾ നമുക്കിത് പറഞ്ഞു തരികയാണ്. സ്ഥൂലമായിട്ട് നിങ്ങൾ എന്തൊക്കെ മുമ്പിൽ കാണുന്നുണ്ടോ, നമ്മൾ മുന്നിൽ കാണുന്നത് ഈ പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, അതൊക്കെയും ഭഗവാനിൽ നിന്നാണ് വന്നത് എന്നറിയുന്ന സമയത്ത് എല്ലാത്തിലും ഈ കാണാറായ പ്രപഞ്ചത്തിലെ സ്ഥൂല വശങ്ങളിലൊക്കെ തന്നെയും ഈ പഞ്ചഭൂതങ്ങള്, 5 ഭൂതങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. ഇത് 5ഉം ഭഗവാനിൽ നിന്ന് വന്നതാണ്. ഇത് വിവിധ തരത്തിൽ ചേർന്നിട്ടാണ് മനുഷ്യനും സസ്യവും എല്ലാം പ്രകൃതിയിലുള്ള എല്ലാം ഉണ്ടായതെന്ന് പറയുമ്പോൾ സ്ഥൂലതലത്തിലുള്ള വ്യത്യാസത്തിൽ വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ പിന്നിൽ നാനാത്വമുണ്ട് എന്ന് നമുക്ക്
മനസ്സിലാവും. സൂക്ഷ്മതലത്തില് എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണനും ഇതൊക്കെ തന്നെയും ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്നറിയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അന്നമയ കോശത്തിൻ്റെ പിന്നിലുള്ള പ്രാണമയ കോശമായാലും സൂക്ഷ്മതലത്തിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന 4 വൃത്തികളുള്ള അന്ധക്കരണം പോലും ഭഗവാനിൽ നിന്നാണ് വന്നത്. ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒരാൾക്ക് കുറച്ച് കോപം അധികം വന്നേക്കും, ഒരാൾക്ക് കുറച്ച് കാരുണ്യം അധികം ഉണ്ടായേക്കാം, ഒരാൾക്ക് കുറച്ച് കൈതവം കാണിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കാം, ഒരാൾ നിഷ്കളങ്കനായിരിക്കും. ഇതൊക്കെ ഗുണം കൊണ്ട് അന്ധകരണ വൃത്തികളിൽ ഉള്ള വ്യത്യാസം എന്നല്ലാതെ ആത്യന്തികമായിട്ട് അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമില്ല. സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലും വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയെപ്പറ്റി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് 5 വയസ്സായിട്ടുള്ള ഈ കുഞ്ഞ് സൃഷ്ടി തത്വം ഇങ്ങനെ ഒരു ശ്ലോകത്തിൽ ഒതുക്കിക്കൊണ്ട് താനാണെങ്കിലും ജഗത്താണെങ്കിലും അതിൻ്റെ പിന്നിൽ ഇതിനെ ചൈതന്യമാക്കി പൊക്കി നിർത്തുന്ന ശക്തി ഈശ്വരനാണ് എന്ന് പറയാണ്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ ത്വദ്ദത്തയാവയുനയേതമജഷ്ടവിശ്വം സുപ്തപ്രബുദ്ധൈവ നാഥഭവത് പ്രപന്ന തസ്യാപവർഗ്യ ശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതവിദാ കഥമാർത്തബന്ധോ. ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ മുമ്പിൽ ഒരു ജഗത്തിനെ മുഴുവനും കാണും. ആ ജഗത്തിനെ കാണാനുള്ള ശക്തി ആ കുഞ്ഞിന് ഈശ്വരൻ കൊടുക്കണു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി ഒന്ന് പിന്നെയും ആലോചിച്ചു നോക്കുക. ഈ സൃഷ്ടമായതിന് എല്ലാം തന്നെ വന്നിട്ടുള്ളത് ബ്രഹ്മദേവനിൽ നിന്നാണ്, ആ പിതാമഹനിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. ഇതെന്റെ സ്ഥിതി മാത്രമല്ല, ബ്രഹ്മദേവൻ പോലും സുപ്തപ്രബുദ്ധ ഇവ നാഥഭവത് പ്രപന്ന, ഉറങ്ങിക്കിടക്കുന്ന ബ്രഹ്മദേവൻ കൽപ്പാന്തത്തില് എല്ലാവരും എല്ലാ ജീവജാലങ്ങളും തന്നെ ബീജാവസ്ഥയിൽ ഭഗവാനിൽ ലയിക്കുന്ന സമയത്ത് പിന്നെ ബ്രഹ്മദേവൻ അടുത്ത കൽപ്പം തുടങ്ങുന്ന, ഇത് ബ്രഹ്മദേവന്റെ ഉറക്കമാണ്. പിന്നെ കണ്ണ് തുറക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ വീണ്ടും ദർശിക്കുന്നതും കഴിഞ്ഞ കൽപ്പത്തിൽ ചെയ്ത പോലെയുള്ള പ്രക്രിയകളൊക്കെ തുടരുന്നതും. ഇപ്പൊ ഞാൻ എന്ന ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ജഗത്തിന്റെ മുഴുവനും തന്നും പിതാമഹനായിട്ടുള്ള പ്രപിതാമഹനായിട്ടുള്ള ഏറ്റവും ആ അറ്റത്ത് പോയാൽ കാണുന്ന ആ പിതാമഹൻ പോലും ശക്തി ആർജിച്ചിരിക്കുന്നത് അവിടുന്നാണ്. അവിടുന്ന് കൊടുത്തുള്ള ജ്ഞാനശക്തി കൊണ്ടാണ് ബ്രഹ്മദേവൻ പോലും ഇത് മുഴുവനും കാണുന്നത്. എന്നിരിക്കെ ആ നമ്മൾ പറയില്ലേ, ബ്രഹ്മാവ് തൊട്ടിട്ട് സ്തംഭം വരെ, ആ സ്തംഭപര്യന്തം ബ്രഹ്മാവ് തൊട്ടിട്ട് സ്തംഭം വരെയുള്ളത് മുഴുവനും ഭഗവാനോടാണ് കടപ്പാട് തോന്നേണ്ടത് എന്നുള്ളത് ആ കുഞ്ഞ് വീണ്ടും വീണ്ടും പറയാണ്. ബ്രഹ്മദേവന് പോലും കടപ്പാടോടുകൂടി ശരണം പ്രാപിക്കേണ്ടത് അവിടുത്തെ തൃപ്പാദങ്ങളാണെങ്കിൽ പിന്നെ ബാക്കി ലോകത്തിന്റെ കാര്യം എന്തു പറയാനാണ്? എങ്ങനെയാണ് അവിടുത്തോട് കൃതജ്ഞത കാണിക്കാതെ ഞങ്ങൾ വാഴുക? രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടക്കുന്നത് വരെ നമ്മളുടെ ഓരോ ചെയ്തിക്കും, എഴുന്നേറ്റാൽ കാല് നിലത്ത് വെക്കണമെങ്കിൽ കാലിന് ശക്തി വേണം. നിലം വെക്കാൻ ഒരു ഭൂമി അവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഭൂമി താഴത്ത് നിന്ന് ഭൂമിയുടെ അടിയിലുള്ള പ്ലേറ്റ്സ് ഒക്കെ മാറിപ്പോയി ഒരു ഭൂമി കുലുക്കം വന്നിട്ടുണ്ടെങ്കിൽ കട്ടിലിൽ നിന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് കാല് വെക്കാൻ താഴെ ഭൂമി ഉണ്ടായി എന്ന് വരില്ല. അത് തൊട്ടിട്ട് രാത്രി കിടക്കുന്നത് വരെ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നതായാലും, ഒരു വലിയ നല്ല സുഖസമൃദ്ധിയോടുകൂടി ഭക്ഷണം കഴിക്കുന്നതായാലും, വലിയ വലിയ കൊട്ടാരങ്ങൾ ഇരിക്കുന്നതായാലും, ഒരു കുടിലിൽ ഇരിക്കുന്നതായാലും, വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഓരോ കാര്യത്തിനും നമുക്ക് ഈശ്വരനോട് നന്ദി പറയേണ്ടതുണ്ട്. തസ്യാപവർഗ്യ ശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതവിദാ കഥമാർത്തബന്ധോ. കൃതജ്ഞത എന്നുള്ള സ്വഭാവം അതിൻ്റെ ഒരു കണികയെങ്കിലും നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഈശ്വരനോട് നന്ദി പറയാതിരിക്കും? നൂനം വിമുഷ്ടമതയസ്തവമായയാതേ യേ ത്വം ഭവാപ്യ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപകതരും ഗുണപോപഭോഗ്യമിച്ഛന്തി യത് സ്പർശജം നിരയേപി നൃണം. അവിടുത്തെ മോക്ഷം തരാനുള്ള അവിടുത്തെ ആ സാന്നിധ്യത്തിൽ, മോക്ഷം തരാൻ കഴിവുള്ള അവിടുത്തെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് മായ കൊണ്ട്, അപഹൃതമായ ബുദ്ധി കൊണ്ട്,
മായയാൽ അപഹരിക്കപ്പെട്ടിട്ടുള്ള ബുദ്ധി കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതെത്ര വലിയ മൂഢതയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൽപ്പതരുവിൻ്റെ താഴത്ത് പോയി നിന്നിട്ട് ഈ ശരീരത്തിൻ്റെ സുഖത്തിന് എനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം എന്നൊരു കൽപ്പതരുവിൻ്റെ താഴെ പോയി നിന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊരു നല്ല സുഖമുള്ള ഒരു തലയണ കിട്ടണം എന്ന് പറഞ്ഞാൽ, ഈ തുച്ഛമായിട്ടുള്ള ശവം പോലെയുള്ള, കാരണം ഭഗവാൻ ഇതില്ലെങ്കിൽ ഇത് വെറും ജഡമാണ്, ഇതിന് ചൈതന്യം കൊടുക്കുന്നത് മുഴുവനും ഭഗവാനാണ്. ഈ ജഡത്തിന്റെ സുഖത്തിന് വേണ്ടി, തുച്ഛമായിട്ടുള്ള സുഖത്തിന് വേണ്ടി ഒരു കൽപ്പതരുവിന്റെ താഴെ പോയി നിന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അവിടുത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, അവിടുത്തോട് ഇനി എന്തെങ്കിലും വന്നത് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി തപസ് തുടങ്ങിയതാണ്. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല ധ്രുവൻ പറയണത്, ഈ ധ്രുവ ബാലൻ പറയണത്. ഇതിനു വേണ്ടി, എന്തിനെങ്കിലും വേണ്ടി, മോക്ഷമല്ലാതെ മറ്റെന്തിനെങ്കിലും വേണ്ടി ചോദിക്കുന്നത് എത്ര വലിയ മൗഢ്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ. യാ നിർവൃതിസ്തനുവൃതം തവ പാദപത്മധ്യാനാൻ ഭവജ്ജന കഥാശ്രവണേന വാസ്യാൽ സാ ബ്രഹ്മണി സ്വമഹിമന്യപിനാഥമാഭൂത് കിം ത്വന്തകാസി ലുളിതാൽ പതതാം വിമാനാത്. ഭഗവാന്റെ മുമ്പിലിരിക്കുന്ന സമയത്ത്, ഭഗവൻ നാമം കേൾക്കാൻ പറ്റുന്ന സമയത്ത്, ഈ ഭജന ആനന്ദത്തിന്റെ സമയത്ത് പലപ്പോഴും മഹത്തുക്കളൊക്കെ പറയാറുണ്ട്, ബ്രഹ്മാനന്ദം പോലും ഭജനാനന്ദത്തിനോട് തുല്യമല്ല എന്നുള്ളത്. ഇതിൽ ചെറിയൊരു അർത്ഥവാദമുണ്ടെന്ന് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പഞ്ചസാര കൂമ്പാരമുണ്ട്. അപ്പോൾ ഒരു എറുമ്പ് പറയും, എനിക്ക് എറുമ്പായിട്ട് ഇരുന്നാൽ മതി, പഞ്ചസാരയാവണ്ട എന്ന് പറയും. അത് ഈ ഭജനാനന്ദത്തിനെ ഒന്ന് പുകഴ്ത്തി പറയാൻ വേണ്ടി അർത്ഥവാദത്തോടു കൂടി പറയാണ്. ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ലക്ഷ്യം മോക്ഷം തന്നെയാണ്. എന്നാൽ ഈ ഭജന ആനന്ദത്തിനെ പുകഴ്ത്തി പറയാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്, ഭക്തിയാണ് മുക്തിയേക്കാൾ വലുത് എന്ന് പറയാറുണ്ട്. അതൊന്ന് എടുത്തു പറയാണ്. അപ്പോ യഥാർത്ഥത്തിലുള്ള ബ്രഹ്മാനന്ദം പോലും വളരെ ചെറുതാണ്. ഈ ഭഗവൻ നാമങ്ങൾ കേൾക്കാൻ പറ്റുക, അവിടുത്തെ പറ്റി ഓർമ്മിക്കാൻ പറ്റുക, അങ്ങനെ ആ സ്മരണ, ആ കീർത്തനം, അതിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖത്തിൻ്റെ മുമ്പിൽ ആ ബ്രഹ്മാനന്ദം പോലും തുച്ഛമാണെന്നിരിക്കെ, പിന്നെ ഈ സ്വർഗത്തിനൊക്കെ വേണ്ടി വെറും ഭൗതികമായിട്ടുള്ള സുഖം മാത്രമാണ് നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്നത്, അല്ലേ? ഭൗതികമായിട്ടുള്ള സുഖം മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിമാനങ്ങളിൽ കയറി, അതായത് സ്വർഗം എന്ന് പറയുന്നത് തന്നെ ഒരു ഉപരിലോകമാണ്. ആ ഉപരിലോകങ്ങളിലൊക്കെ സഞ്ചരിച്ച വിമാനങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാലത്തിന്റെ കരവാളിന് ഇരയാവാൻ തയ്യാറായി നിൽക്കുന്ന ഈ വിമാനങ്ങളിൽ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ആരെങ്കിലും ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുമോ എന്നുള്ളത് ഒന്നുകൂടി പറയണം. 5 വയസ്സായ കുട്ടിയാണ് ഇതൊക്കെ പറയണത്. ഭക്തിം മുഹു പ്രവഹതം ത്വയി മേ പ്രസംഗോ ഭൂയാദനന്തമഹതാമലാശയാനാം യേനാഞ്ജസോൽബണമൊരു വ്യസനം ഭവാബ്ദിം നേഷേ ഭവദ്ഗുണ കഥാമൃതപാനമത്ത. എനിക്ക് കഥാമൃതം എപ്പോഴും കേൾക്കാനുള്ള ആ അനുഗ്രഹം മാത്രം അവിടുന്ന് എനിക്ക് എപ്പോഴും തരണം. ജീവിതത്തിൽ ഒരുപാട് വ്യാധികൾ ഉണ്ടായിരിക്കും. സംസാരക്കടൽ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ തിരമാലകൾ അടിക്കുന്ന സമയത്ത് അത് ഏതൊക്കെ ദുഃഖങ്ങളും സുഖങ്ങളുമാണ് നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന് അണച്ചു തരിക എന്ന് പറയാൻ പറ്റില്ല. എന്നിരിക്കെ അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അവിടുത്തെ കഥ കേൾക്കാൻ എനിക്ക് അവസരമുണ്ടെങ്കിൽ, സജ്ജന സംസർഗമുണ്ടെങ്കിൽ, ഭജനം ചെയ്യാൻ എനിക്ക് അവസരമുണ്ടെങ്കിൽ, സ്മരണയ്ക്ക് അവസരമുണ്ടെങ്കിൽ, പിന്നെ ഈ സംസാരസാഗരം എന്തും എന്നിൽ കൊണ്ടുവന്ന് തരട്ടെ. തേന സ്മരന്ത്യതിതരം പ്രിയമീശമർത്യം യേ ചാന്വതസുത സുഹൃദ്ഗൃഹവിത്തധാര യേ ത്വബ്ജനാഭവതീയപദാരവിന്ദ സൗഗന്ധ്യലുപ്ത ഹൃദയേഷു കൃതപ്രസംഗാം. യഥാർത്ഥത്തിൽ ഭഗവാനിൽ ഭക്തി വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെയും വീട്ടുകാരെയും എല്ലാവരെയും തന്നെ മറക്കും. ഗോപികമാരെ പോലെ ഭഗവാന്റെ മുരളീഗാനം കേട്ട സമയത്ത് കുട്ടിക്ക് പാല് കൊടുക്കുകയാണ്, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണെന്നുള്ളതൊക്കെ മറന്നിട്ട് അവര് ആ മുരളീഗാനം കേട്ടിട്ട് അവര് ഓടിപ്പോയി വൃന്ദാവനത്തിലേക്ക് എന്നതുപോലെ യഥാർത്ഥത്തില് ഭഗവാനെ പറ്റി സജ്ജനങ്ങൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അവിടുത്തെ പാതാരവിന്ദം അതിൻ്റെ മധു നുകരുക എന്നുള്ളതല്ലാതെ മറ്റ് ലൗകിക ബന്ധങ്ങളും സംസാരത്തിൻ്റെ കടപ്പാടുകളോ കടങ്ങളോ അല്ലെങ്കിൽ കെട്ടുപാടുകളോ ഒന്നും തന്നെ ആർക്കും അനുഭവപ്പെടില്ല. തിര്യംനഗദ്വിജസരീസൃപദേവദൈത്യമർത്യാധിപരിചിതം സദസദ്വിശേഷം രൂപം സ്തവിഷ്ടമജതേ മഹദാദ്യനേകം നാദപരംപരമവേത്മിനയത്രവാദ. കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത്
സമയത്ത് എൻ്റെ മുമ്പിൽ നിറയെ തിരക്കുകളും വൃക്ഷങ്ങളും ആകാശഗോളങ്ങളും ഒക്കെയുള്ള പ്രപഞ്ചം കാണുന്നു. ഞാനത് മാത്രം അവിടുത്തെ ഈ സ്ഥൂല രൂപം മാത്രം കാണുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള സൂക്ഷ്മ രൂപം കാണാൻ ഞാൻ മറക്കുന്നുവോ എന്നുള്ളത് സംശയം. വലിയൊരു ഉപനിഷത്തിന്റെ ധ്വനിയാണ് അവിടെയുള്ളത്. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. ഭഗവാന്റെ ഈ വിഭൂതികളൊക്കെ കണ്ടിട്ട് അതിന് പിന്നിലുള്ള ഭഗവാനെ നമ്മൾ മറക്കണു. സൂര്യനെ നോക്കിയിട്ട് പൊന്നൊളി തിരളുന്ന ആ മൂടി കൊണ്ട്, സൂര്യൻ മൂടിയത് കൊണ്ട് യഥാർത്ഥ സൂര്യനെ ഞാൻ കാണുന്നില്ല. അതൊന്ന് മാറ്റിത്തരൂ, സത്യം കാണാൻ ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ടി അതൊന്ന് മാറ്റിത്തരൂ എന്ന് പറയുന്ന ആ ഉപനിഷത്തിന്റെ ഒരു ധ്വനിയാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. കൽപ്പാന്തരയേ തഥഖിലം ജഠരേണ ഗൃണ്ണൻ ചേതേ പുമൻ സ്വദൃഗ അനന്ത സഹസ്തദംഗേ എന്നാഭിസിന്ധുരുഹ കാഞ്ചന ലോക പത്മഗർഭേ ദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. സൃഷ്ടികാലത്ത് മുഴുവനും ഈ പ്രപഞ്ചം മുന്നിൽ ഇങ്ങനെ നർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൃഷ്ടി അടങ്ങിയ സമയത്തോ ആ കൽപ്പാന്ത കാലത്ത് ഭഗവാൻ യോഗനിദ്രയിലാണെന്ന് പറയുന്നു. പക്ഷെ ആ യോഗനിദ്ര കഴിഞ്ഞാലും അവിടുന്ന് തന്നെയാണ് ബ്രഹ്മാവിന് തൻ്റെ വിശ്വപങ്കജത്തിൽ ബ്രഹ്മാവിന് വീണ്ടും ഇരിക്കാൻ സ്ഥലം കൊടുത്തുകൊണ്ട് ഈ ജഗത് ലീല തുടരുന്നത്. യോഗനിദ്രയെ പറ്റി പറയുന്ന സമയത്ത് ഒരുപക്ഷെ ഈ കുഞ്ഞിന് തോന്നുന്നുണ്ടാവും ഭഗവാനും ഉറങ്ങും, ഞാനും 5 വയസ്സായ കുട്ടിയല്ലേ പറയണത്, ഞാനും ഉറങ്ങും. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കും, ഞാനും ഭഗവാനും ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? അടുത്ത ശ്ലോകത്തിൽ അത് മുഴുവനും ആ വലുതായ വ്യത്യാസം. ജീവന്റെ തലത്തിൽ നിൽക്കുമ്പോൾ വ്യത്യാസം, ആത്മതലത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ ഏകത്വം. അത് എടുത്തുകൊണ്ട് പറയാണ്, ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധാത്മാ കൂടസ്ഥാതി പുരുഷോ ഭഗവം സ്ത്രതീശ യൽ ബുദ്ധ്യവസ്ഥിതമക അഖണ്ഡിതയാ സ്വതി ദൃഷ്ട്യാ ദ്രഷ്ടാസ്ഥിതാവതി മഖോ വ്യതിരിക്ത ആസേം. നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധവൻ ആയിട്ടുള്ള ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനും നമ്മളൊക്കെ നിത്യം നമ്മൾ ശരീരമാണെന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ അവസ്ഥ അനിത്യം. ഭഗവാൻ മുക്തനാണ്, നമ്മൾ സംസാരത്തിന്റെ ബന്ധത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊക്കെ ബന്ധിതരാണ്. അവിടുന്ന് പരിശുദ്ധൻ, നമ്മളിൽ ഒരുപാട് കറകളുള്ളവരാണ്. അപ്പോൾ ഈ വ്യത്യാസം ജീവതലത്തിൽ അതിനപ്പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇത് ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഒന്നുകൂടി സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധ ശക്തയാനുപൂർവ്യാൽ തൽബ്രഹ്മ വിശ്വഭവമേകമനന്തമാത്രമവികാരമഹം പ്രപത്യേ. എല്ലാ വൈരുദ്ധ്യങ്ങളിലും അവിടുന്ന് സമ്മേളിക്കുകയാണ്. വിദ്യയും അവിദ്യയും അവിടുന്ന് നിന്നാണ് വരുന്നത്, ജ്ഞാനവും അജ്ഞാനവും അവിടുന്ന് നിന്ന് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് നിഷ്ക്രിയനാണെന്ന് പറയുന്നു, ജഗത്തിന്റെ കർത്താവാണെന്ന് പറയുന്നു. അവിടുന്ന് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയുന്നു, പക്ഷെ അവിടുന്ന് തന്നെയാണ് കർമ്മഫലദാതാവ് എന്ന് പറയുന്നു. ഏത് തരത്തിലൊക്കെയാണ് ഈ വൈരുദ്ധ്യങ്ങളെ നമുക്ക് ഒന്നിച്ച് ചേർക്കേണ്ടതെന്നറിയില്ല. പക്ഷെ എന്തുകൊണ്ട് ഭഗവാന്റെ സമക്ഷത്തിൽ നമ്മളുടെ യുക്തി കൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളൊന്നും ഒന്ന് ചേർത്ത് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഭഗവാന്റെ സമക്ഷത്തിൽ ഭഗവത് കൃപ ഉണ്ടാവുമ്പോൾ, ഭഗവത് അനുഭൂതി ഉണ്ടാവുമ്പോൾ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ വലിയൊരു സാമഞ്ജസ്യത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭൂതി. അതിലേക്ക് എത്തി നിൽക്കുന്നവർക്ക് മാത്രമേ അതിനെപ്പറ്റി പറയാൻ വേണ്ടി പറ്റുള്ളൂ. ആ എല്ലാത്തിനെയും ഒത്തുചേർത്ത് നിൽക്കുന്ന, ജഗത്തിനെ വെറുതെ സ്ഥൂലമായി കാണുമ്പോൾ കാണുന്ന ഈ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ ആത്മതലത്തിൽ എല്ലാം ഒന്നായിത്തീരുന്ന ഒരു വലിയ രഞ്ജിപ്പാണ് ഇവിടെയുള്ളത്. വലിയൊരു യോജിപ്പ്, വലിയൊരു സാമഞ്ജസ്യം. സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് വളരെ വേഗം ഈ ഒരു സ്തുതി മുഴുവനും പറയണം എന്നൊരാഗ്രഹം. സത്യാശിഷോ ഹി ഭഗവം സ്തവ പാദപത്മമാശീസ്തഥാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവൻ പരിപാതിദീനൻ വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. കൽപ്പതരു പോലെയുള്ള ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇനി വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ തൃച്ചേവടികളുടെ അതിൽ നിന്ന് ഉയർന്നു വരുന്ന സൗരഭ്യം, അതിൽ നിന്ന് വരുന്ന വെളിച്ചം, ഇത് മാത്രം മതി ഭക്തന്മാരായിട്ടുള്ള ഞങ്ങൾക്ക്. ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ. പക്ഷെ അവിടുന്ന് എന്താണ് വിചാരിക്കുന്നത്? എങ്ങനെയാണോ ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ള ഒരു പശുക്കുട്ടിയെ എങ്ങനെയാണോ നക്കി തോർത്തിയിട്ടും അതിന് പാല് കൊടുക്കാൻ ശ്രമിച്ചിട്ടും അതിനെ പരിപോഷിപ്പിക്കുന്നത്, ഇതുപോലെയാണ് ഭഗവാൻ ഭക്തന്മാരെ പരിപോഷിപ്പിക്കുന്നത്. ഇങ്ങനെ 12 ശ്ലോകങ്ങളായിട്ട് ഈ സ്തുതി പറയും. ഭഗവാൻ വളരെയധികം സന്തോഷിച്ചിട്ട് ഇനി വരാൻ പോണ കാര്യങ്ങളൊക്കെ പറയും. അച്ഛൻ
അച്ഛൻ കാട്ടിൽ പോയി കഴിഞ്ഞാൽ നീ ആണ് രാജാവായിരിക്കുക, 36,000 വർഷം രാജ്യം ഭരിക്കും, അതിനുശേഷം ധ്രുവപദത്തിൽ നീ എത്തും. അതിനു മുമ്പായിട്ട് കുടുംബത്തിലുണ്ടാവുന്ന 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കും. യക്ഷന്മാരുടെ കൈകൊണ്ട് ഉത്തമൻ കാട്ടിൽ പോയിട്ട് ഉത്തമൻ മരിക്കും, എന്നിട്ട് അമ്മ സുരുചി കാട്ടുതീയിലും പെട്ട് മരിക്കും എന്നുള്ള 1-2 കാര്യങ്ങൾ. എന്തിനാ വെച്ചാൽ അത് വരുന്ന സമയത്ത് വല്ലാതെ പരിഭ്രമിപ്പിക്കേണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ധ്രുവൻ നാട്ടിലേക്ക് വരുമ്പോൾ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ നാട് മുഴുവനും സ്വീകരിക്കാനെത്തും. രാജാവ് സന്തോഷത്തോടു കൂടി പോയി സ്വീകരിച്ചുകൊണ്ടും സുരുചി മാതാവിന്റെ ദേഷ്യവും ക്രോധവും ഒക്കെ അതിനകം മടങ്ങി. ഇപ്പൊ ഭഗവാനെ തപസ് ചെയ്തിട്ടല്ലേ ഈ കുട്ടി വരുന്നത്. അതാണ് വിഷ്ണുവിന്റെ വലുതായിട്ടുള്ള കഴിവ്. എന്താ വെച്ചാൽ വിഷ്ണുവുമായിട്ട് ആരെങ്കിലും ഉപാസന ഒന്ന് അടുപ്പിച്ചു വെപ്പിക്കുമ്പോഴേക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ടവരുടെ ദിതി, സുരുചി, ഇവരൊക്കെ ഭാഗവതത്തിൽ ഉദാഹരണമാണ്. വളരെ ദേഷ്യത്തോടു കൂടി തുടങ്ങുന്ന അവരൊക്കെ തന്നെ ആരോടൊക്കെയാണോ ദേഷ്യം തോന്നിയിരുന്നത് അവരോടൊക്കെയും രമ്യതയിൽ എത്തുന്ന അവസ്ഥ നമ്മൾ കാണും. അങ്ങനെ തിരിച്ചു വന്നു ധ്രുവൻ. അത് കഴിഞ്ഞിട്ട് ധ്രുവൻ എല്ലാവർക്കും സമ്മതനാണെന്ന് അറിഞ്ഞിട്ട് രാജാവ് കാട്ടിലേക്ക് പോവും, ധ്രുവനെ വാഴിക്കും രാജാവായിട്ട്. ആ കാലത്താണ് ഉത്തമൻ ഒരു ദിവസം നായാട്ടിന് വേണ്ടി കാട്ടിൽ പോവും, ഒരു യക്ഷന്റെ കൈകൊണ്ട് മരിക്കും. അമ്മ അന്വേഷിച്ചു പോവും, സുരുചി മാതാവ് അവിടെ ചെന്നിട്ട് സുരുചി കാട്ടുതീയിൽപ്പെട്ട് മരിക്കും. ഇത് രണ്ടും കേട്ട സമയത്ത് ധ്രുവന് വളരെ സങ്കടത്തോടുകൂടി കാട്ടിൽ പോയിട്ട് യക്ഷന്മാരെ മുഴുവനും വെല്ലുവിളിച്ചിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടും. അളകാപുരിയിൽ, കൈലാസത്തിന്റെ സാന്നിധ്യത്തിലുള്ള അളകാപുരിയിൽ അവിടെ പോയിട്ടാണ് പുറത്തുനിന്ന് ശംഖ് വിളിച്ചിട്ട് യക്ഷന്മാരെ മുഴുവനും യുദ്ധത്തിന് വിളിച്ചിട്ട് യക്ഷന്മാർ വന്നിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. പിന്നെ വളരെ ഒരു പൊരിഞ്ഞ യുദ്ധത്തിന്റെ വലിയൊരു വിവരണമാണ്. അതിൽ ഒരവസരത്തിൽ എല്ലാം ശരം കൊണ്ട്, യക്ഷന്മാരുടെ ശരം കൊണ്ട് ധ്രുവൻ മുഴുവൻ ഒറ്റയ്ക്കാണ്, അവിടെ വലിയൊരു സൈന്യമാണ്. അപ്പോൾ മൂടി ധ്രുവനെ കാണാനില്ല എന്ന് ആയ സമയത്ത് സിദ്ധന്മാര് പോലും ഉറക്കെ മംഗളം ചൊല്ലിക്കൊണ്ട് ധ്രുവന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങും. ആ സമയത്ത് പെട്ടെന്ന് ആ ശരകൂടത്തിന്റെ പുറത്തേക്ക് ധ്രുവന് വരാൻ വേണ്ടി പറ്റും. എന്നിട്ട് യക്ഷന്മാരെ എല്ലാം നാരായണാസ്ത്രമൊക്കെ തൊടുത്തിട്ടാണ് യക്ഷന്മാരെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുന്നത്. ആ സമയത്ത് സ്വയംഭൂ മനു വന്നിട്ട് നല്ല പോലെ വന്നിട്ട്, ഉണ്ണി നീ ഇവിടെ നിർത്തണം ഈ യുദ്ധം, നിന്റെ സഹോദരനെ കൊന്നത് ഒരു യക്ഷൻ അപരാധം ചെയ്തത്, നീ കൊന്നൊടുക്കുന്നത് ഇത്രയും യക്ഷന്മാരെ മുഴുവൻ എന്ന് പറയുന്ന സമയത്ത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ കണ്ടതല്ലേ, എന്നിട്ട് ഭഗവാൻ തന്നെ ധ്രുവപദം തന്നതല്ലേ, എന്നിട്ട് അതിനിടയിൽ നീ ഇതൊക്കെ ചെയ്യുവാണെന്ന് ചോദിച്ചിട്ട് ഈ ചെയ്യുന്നതിൻ്റെ തെറ്റ് അപരാധം മനസ്സിലാക്കി കൊടുത്തിട്ട് ശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിവന്റെ അരുമ ഒരു പ്രജയാണ് എന്ന പോലെയാണ് വൈശ്രവണന്റെ സ്ഥാനം. ആ വൈശ്രവണനെ കുബേരനെയാണ് നീ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ശിവാപരാധം കൂടിയാണ്. പിന്നെ ആത്യന്തികമായിട്ടുള്ള തലത്തിൽ പറയുമ്പോൾ ആരും കൊല്ലുന്നുമില്ല, ആരും ഹനിക്കപ്പെടുന്നുമില്ല ആത്മതലത്തിൽ. പിന്നെ ക്രോധം എന്നുള്ളത് ഏറ്റവും അധികം പ്രയാസമുള്ള, ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കി തരുന്ന കാര്യമാണ്. ബുദ്ധദേവൻ പറയാറുണ്ട്, ക്രോധം വെച്ചിരിക്കുന്നത് ഇതുപോലെയാണെന്നറിയോ, മറ്റേ ആള് മരിക്കുന്ന വിചാരിച്ച് നമ്മൾ വിഷമെടുത്ത് കുടിക്കുന്നത് പോലെയാണ് ക്രോധം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം അതുകൊണ്ട് അപകടം നമുക്ക് തന്നെയാണ്. ക്രോധമാണ് ലോകത്തിലെ ഏറ്റവും ഒരു മനുഷ്യന് ഉള്ള ശത്രു. അതുകൊണ്ട് അടക്കൂ എന്ന് പറയും. അതോടുകൂടിയിട്ട് ധ്രുവൻ ശാന്തനാവും. അത് കണ്ട സമയത്ത് കുബേരൻ തന്നെ അവിടെ ഇറങ്ങി വരും. എന്നിട്ട് കുബേരനും കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ, നീ ഇനി എന്താണ് വേണ്ടത് വെച്ചാൽ, കുറേ കാലമായല്ലോ രാജ്യം ഭരിക്കണം, ഇനി എന്താണ് വേണ്ടത് വെച്ചാൽ ഭഗവത് പാദങ്ങൾ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കണം, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. നേരത്തെ ഭഗവാനെ കണ്ട സമയത്ത് മുക്തിക്ക് ചോദിക്കാതിരുന്നതിന് ഉള്ളിൽ മനസ്സിലൊരു മനസ്താപം ഉണ്ടായിരുന്നു ധ്രുവന്. അന്ന് മുക്തിക്ക് ചോദിക്കാതിരുന്ന ധ്രുവൻ ഇപ്പൊ കുബേരനോട് ധ്രുവന്റെ കണ്ണിൽ തന്നെ മുക്തിയേക്കാൾ ഉയർന്നു നിൽക്കണ ഭക്തി ഇപ്പോൾ ചോദിച്ചു വാങ്ങി. അങ്ങനെ ആ ജീവിതം സാഫല്യത്തിലേക്കായി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജ്യം, മക്കൾക്കൊക്കെ രാജ്യം കൊടുത്തുകൊണ്ട് ബദരികയിൽ പോയിട്ട് ബദരി വിശാലിനെ, ആ വിശാലമായിട്ടുള്ള ബദരിയിൽ പോയി തപസ് ചെയ്ത് അവിടെ തന്നെ താമസിക്കുകയാണ്. അങ്ങനെ ധ്യാനിച്ച് ധ്യാതാവും ധ്യേയവും ധ്യേയവസ്തുവും ധ്യാനവും ധ്യാതാവും ഒന്നാവുന്ന അവസ്ഥയിൽ, ത്രിപുടി ഒഴിഞ്ഞ അവസ്ഥയിൽ പാർഷദന്മാർ, കാരണം
ധ്രുവന് ഈ ഭൂമുഖത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. കുട്ടിയാവുമ്പോഴേ തപസ് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ കാലം രാജ്യം ഭരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം തപസ്സും ചെയ്തു. ഇനി ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധ്രുവ പദത്തിലേക്ക് പോകേണ്ട സമയം വന്നു. ആ സമയം വന്ന അപ്പോൾ വിഷ്ണു പാർഷദന്മാരവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് വിഷ്ണു പാർഷദന്മാർ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി പറയും. ഈ ശരീരം എടുത്തിട്ടുള്ള ആർക്കും മൃത്യുവിൻ്റെ സ്പർശമില്ലാതെ ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റില്ല. എങ്ങനെയാണ് ധ്രുവന് എങ്ങനെയാണ് മൃത്യുവിൻ്റെ സ്പർശം ഉണ്ടായതറിയോ? മൃത്യു വന്നിട്ട് തല കുനിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വിമാനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. മൃത്യോർ മൂർധനി പദം ദത്വ എന്നാണ് പറയുന്നത്. മൃത്യുവിൻ്റെ തലയിൽ, മറ്റത് നമ്മളെയൊക്കെ ആണെങ്കിൽ മൃത്യു വലിച്ചഴിച്ച് കൊണ്ടുപോകല്ലേ ചെയ്യുക. ഇവിടെ മൃത്യുവിൻ്റെ സ്പർശം ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ തല കുനിച്ചു കൊടുത്തിട്ട് കാല് തൻ്റെ തലയിൽ വെച്ചിട്ട് ആ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി. ആ സമയത്ത് തൻ്റെ അമ്മയും ഗുരുവുമായിട്ടുള്ള ഭഗവാനിലേക്ക് തനിക്ക് വാതിൽ തുറന്നു തന്നത് അമ്മയാണ്. അമ്മ മാത്രമല്ല, ശരീരത്തിന് ജനനം തന്നിട്ടുള്ള അമ്മ മാത്രമല്ല, അമ്മ ആചാര്യയാണ്, ഗുരുവാണ്, സച്ചിദാനന്ദത്തിലേക്ക് വഴി കാണിച്ചു തന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സുനീതിയെ പറ്റി ഒരു ആകാംക്ഷ തോന്നും. അമ്മ എവിടെയാണെന്ന് പാർഷദന്മാർ കാണിച്ചു കൊടുക്കും. മകനേക്കാൾ മുമ്പിൽ അമ്മയ്ക്ക് പോവാറായ കാഴ്ച കാണിച്ചു കൊടുക്കും. ആ സാഫല്യത്തോടു കൂടിയാണ് ധ്രുവപദത്തിലെത്തുന്നത്. ആ ധ്രുവനാണ് 5ാമത്തെ സ്കന്ധത്തിൽ ഗംഗാനദി വരുന്ന സമയത്ത് അങ്ങനെ തൊഴുത് നിൽക്കുന്ന രംഗം നമ്മൾ കാണാറുള്ളത്. പറഞ്ഞതൊക്കെ സമയമായി കഴിഞ്ഞു. പറഞ്ഞതൊക്കെ തന്നെ ധ്രുവചരിത്രത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ധ്രുവന്റെ സ്തുതി നമ്മൾ ആ 12 ശ്ലോകങ്ങളും വായിച്ചു. പിന്നെ മനു കൊടുക്കുന്ന, സ്വയംഭൂവ മനു കൊടുക്കുന്ന ഉപദേശം, സൗകര്യം കിട്ടുന്ന സമയത്ത് ആ ഉപദേശം ഒന്ന് നല്ലപോലെ വായിച്ചു കൊടുക്കുക. ഭൗതിക തലത്തിലും ആത്മതലത്തിലും നീ എന്തുകൊണ്ട് വേവലാതിപ്പെടേണ്ട സഹോദരന്റെ മരണത്തിൽ എന്ന് പറഞ്ഞിട്ട് ക്രോധം അടക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തുകൊണ്ട് ശിവനെ അവഹേളിക്കരുത് എന്ന് പറയുമ്പോൾ ഈ വൈഷ്ണവ ഗ്രന്ഥത്തിൽ ഇത് ശൈവ വൈഷ്ണവ സമന്വയം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ആ മനുവിൻ്റെ ഉപദേശം ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് കുബേരൻ കൊടുക്കണ വരം ഭക്തി, മുക്തിക്ക് പകരം ഭക്തി കൊടുത്തിട്ട് ധ്രുവന്റെ പശ്ചാത്തലത്തിൽ, ധ്രുവന്റെ ക്യാൻവാസിൽ മുക്തിയോളം തന്നെ വലുതായിരുന്നു ഭക്തി. അത് കൊടുത്തിട്ട് ധ്രുവന്റെ ജീവിതം സഫലമായിട്ടുള്ള കഥയാണ് ഇത്. പറഞ്ഞതൊക്കെ ഭഗവാന്റെ കാൽക്കലും ഇവിടെ ഇരിക്കുന്ന സംപൂജ്യരായിട്ടുള്ള സ്വാമിജിമാരുടെ കാൽക്കലും ഭക്തജനങ്ങളുടെ കാൽക്കലും സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.